ഹായ് ഗായ്സ്, വെൽക്കം. ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഈ ഫ്രെയിമിൽ എത്ര പേരുണ്ടെന്ന് പറ. എത്ര പേരുണ്ട്? 1 2 3 4 5 പേരുണ്ട്. മനസ്സിലായ? ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ താരം വേദുവാണ്. വേദുവിന്റെ ബർത്ത്ഡേ വരുവാണ്. എന്നിട്ട് ഞാൻ എടുത്തോണ്ട് നടക്കുവാണ്. വലിയ ചെക്കനായി, കല്യാണം കഴിക്കാൻ സമയമായി. മീശ വരും ഇപ്പൊ. എനിക്ക് ഓൾറെഡി മീശ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വേദു. അയ്യോ കണ്ട വലുതായിട്ട് നീ മീശക്കാരൻ മാധവനോ? ഹാൻസം ആവും. അപ്പൊ നിനക്ക് കൊറിയക്കാരന്മാര് വേണ്ട? കൊറിയ വേദു കൊറിയൻ ആൾക്കാരെ പോലെ ഇതൊക്കെ വേണം. നടക്കണം. കൊറിയൻ ആൾക്കാർ ഭയങ്കര മറ്റേ സ്റ്റൈലിഷ് അല്ല, മോഹൻലാലാന്നല്ല അല്ലേ? അല്ല, മറ്റേ മമ്മൂട്ടിയൊക്കെ. അത് മതി നമുക്ക്. മമ്മൂട്ടി മോഹൻലാലൊക്കെ ടോവിനോ അല്ലേ? അല്ല, മറ്റേ മോഹൻലാൽ. മറ്റേ മോഹൻലാൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ വേദുവിന് ബർത്ത്ഡേ ഡ്രസ് എടുക്കണം. അത് ഇത്തവണ നമ്മള് പ്ലേ ഏരിയയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റേ സൂട്ടും കോട്ടും ഇട്ടൊന്നും കളിക്കാൻ പറ്റില്ല. അവന് കംഫർട്ടബിൾ, പക്ഷെ ബർത്ത്ഡേയിൽ ഒരു നല്ലൊരു പുതിയ ഡ്രസ്സ് എടുക്കണം. അത് കഴിഞ്ഞ് നല്ല എവിടെയെങ്കിലും പോയി ഒന്ന് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. സോ ഇതാണ് ഇന്നത്തെ പരിപാടി. ഒരു ഫൺ ഫാമിലി വ്ളോഗ് ആയിരിക്കും. വേദുവിന്റെ സൈസിലുള്ള ഡ്രസ്സ് കിട്ടുമെന്ന് നോക്കട്ടെ ആദ്യമേ, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചൈനയിൽ പോയി ഇപ്പൊ 6-7 മാസം ഉള്ളൂ. എല്ലാം വാങ്ങിയത് ചെറുതായി. എല്ലാം വേദു നമ്മള് സെലക്ട് ചെയ്യും, വേദു അത് ഇടും കേട്ടോ. വേദു സെലക്ട് ചെയ്യാൻ നിക്കണ്ടേ. എന്ത്? ആ എന്താ വേദുവിന് സെലക്ട് ചെയ്യണോ? ഓക്കെ, ഇത് മതിയോ? നമ്മളപ്പോൾ H&Mലാണ് വന്നേ. കുറച്ച് കൂൾ ഡ്രസ്സ്, വേദുവിനെ പോലത്തെ ആൾക്കാർക്കുള്ള കൂൾ ഡ്രസ്സസ് ഇവിടെ ആയിരിക്കും ഏറ്റവും എനിക്കൊന്ന് ഓപ്ഷൻസും വെറൈറ്റിയും ഉള്ളത്. എന്തെങ്കിലും നല്ല ഉണ്ടോ എന്ന് നോക്കട്ടെ. വേദുവിന് വാങ്ങാൻ വന്നിട്ട് ലാസ്റ്റ് നമ്മൾ വാങ്ങരുത്. എങ്ങനെ അറിയാം? അതിന്റെ സെയിം ഷേപ്പ്, മെക്സിക്കോ 66ന്റെ. ഓ നല്ല മെറ്റീരിയലും കേട്ടോ. അവൻ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വേദു പറഞ്ഞതാ വേദുവിന് വാങ്ങാൻ വന്നിട്ട് അപ്പയും അമ്മയും വാങ്ങൂല്ലേ എന്ന്. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോ ഇടാൻ പറ്റിയ ഇത് നൈറ്റ് ഡ്രസ്സസ് ഞാൻ എടുത്തു. ഡിസ്കൗണ്ടിന്റെ കൂപ്പൺ അപ്പയുടെ കയ്യിലുണ്ട്. അപ്പ എല്ലാം മറക്കുന്നുണ്ട്. അമ്മ വിചാരിച്ചേ അപ്പ കൂപ്പൺ എടുത്തില്ല എന്ന്. അടുത്ത തവണ ഇപ്പൊ ഉണ്ട്, 5-6 ഉണ്ട്. ആ വേദുവിന് അപ്പൊ മൈൻക്രാഫ്റ്റ് അല്ല. നമുക്ക് വേറെ നല്ലത് നോക്കാം. ആ സ്വെറ്ററാ എന്റെ വേദു. വേദു പ്രിയ വെച്ചവിടെ. വേദു ചൂസ് ചെയ്യട്ടെ. ഇനി അതിന്റെ വഴക്ക് തീർക്കാം. ആ സൈസ് വലുതാ. വേദു ഏതെങ്കിലും അങ്ങനെ എല്ലാം എടുക്കണ്ട. വേദു ഷർട്ട് ഇടില്ല. ഞാൻ വെക്കാം. എന്താ അത്? നമ്മളെ പ്രിയയുടെ സെലക്ഷൻ ഒക്കെ വേദുവിന് ഔട്ട്ഡേറ്റഡ് ആയി. ഏത്? വേദു വേഗം എടുക്ക, ഇപ്പൊ കട അടയ്ക്കും കേട്ടാ. അതൊന്നും അവന് ഇഷ്ടപ്പെടില്ല. നല്ല, പക്ഷെ അവന് ബാസ്കറ്റ്ബോൾ ഒന്നും അറിയില്ലല്ലോ. നല്ല സെലക്ഷൻ വേദു സെലക്ട് ചെയ്തതാണ്. ബർത്ത്ഡേക്ക് ഇടാം, കാഷ്വൽ ആയിട്ടും ഇടാം. ആ ഒരു ഗിൽട്ടൊക്കെ ഉണ്ട്, ഡിസ്നി ഉണ്ട്. നല്ല ഇട്ട് നോക്കാം നമുക്ക്. പിടിക്ക്, ഒരു ബർത്ത്ഡേ ലുക്ക് ഉണ്ട് ആ ഡ്രസ്സിന്. ഇനി നല്ല പാൻറ്റും വേണം. അത് കുഴപ്പമില്ലല്ലോ. ഇത് നോക്ക്, വേദുവിന്റെ ഷോപ്പിംഗ്. ഒരു ബർത്ത്ഡേ ഡ്രസ് എടുക്കാൻ വന്നതാ. ഫസ്റ്റ് ഡ്രസ് നൈസ്. ഇത് ബർത്ത്ഡേക്ക് ഇടാം കേട്ടാ, നല്ലതാ ഇത്. ആ ഫസ്റ്റ് ഡ്രസ് അടിപൊളി. ഓക്കെ, നോക്കട്ടെ തിരിഞ്ഞ പാൻസ് നോക്കട്ടെ. ഈ സെയിം പാൻസ് എനിക്കുണ്ട്.
H&M-ന്റെ ഈ ഷൂസ് മാച്ച് മാച്ച് ഫുൾ സെറ്റ് ആട്ടാ. നൈസ്. നോക്കട്ടെ. ഓ വാ. ഏതൊരു ഫുൾ സ്ലീവ്സ് എപ്പോഴും നല്ലത്, സ്ലിം ആയിരിക്കുന്നുണ്ട്. അതെ ആ മറ്റേ എനിക്ക് പുതിയ ടീത്ത് വരുന്നുണ്ട്, ബേബി ടീത്ത് കണ്ടാ. അവിടെ വരുന്നു. ഇത് നല്ല ഇത് എടുക്കാം കേട്ടാ. ഓ അന്ന് വല്ല റാപ്പറൊന്നും ആവണ്ട, നീരജ് മാധവനെ പോലെ. ഇതും കൊള്ളാം. ഇതെടുക്കാം. വേണോ? വേണ്ടേ? ഓക്കെ. നല്ലാണോ? ഇതും നല്ലതാ. ഇത് കുറച്ച് വലുതാണെങ്കിലും എന്റെ കൈ ഇങ്ങനെയാ. അത് ഓവർ സൈസ് നല്ല രസമുണ്ട് ഇത് നല്ലതാ. അല്ലേ? ഇതിന് ഭയങ്കര ഓഫറാണ്. 2000 സംതിങ്, ഇറ്റ്സ് ലൈക്ക് 499. ആ നല്ല ബ്രഷ്ഡ് കോട്ടൺ ഇതൊക്കെയാ. Looks 2000 actually. ലുക്സ് വെരി എക്സ്പെൻസീവ്. യാ നല്ലതാ, അതെടുത്തോ. ഇത് നോക്ക്, ബ്ലൗസ്. നൈസ്. ക്രിസ്മസിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സിംഗ് ആയിരിക്കും വേദുവിൻ്റെ കേട്ടാ. മിക്കി മൗസിന്റെ 3 999 അതിനിപ്പം ഊരാൻ ക്ലോസിംഗ് സമയമായി. 3 കളേഴ്സ് ഉണ്ട്. സോ ദിസ് ഇസ് ഓൾസോ വിൽ എനിവേ ഫിറ്റ് വേദു. ഫൈനലി ഇതും കൂടെ നോക്കാം. ഇത് വലുതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി നമ്മൾ പറയുന്ന പോലെ 1 വർഷം കഴിഞ്ഞ് വേദുവിന് ഇടാം, 3 മാസം കഴിയുമ്പോൾ ഇടാം. നൈസ്, അതും കൊള്ളാം കേട്ടോ. പ്രിയ, നമുക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. സമയം 8:30 ആയി കേട്ടോ. വേദന നോക്കുമ്പോ തന്നെ ഫുള്ളായി. ഇനിയിപ്പോ ബില്ലിങ്ങിന് മാത്രം സമയമുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഡ്രസ്സ് നോക്കാറുണ്ട്. ഇല്ല. മതിയോ ബർത്ത്ഡേക്ക്? വേദുവിനെ കാട്ടി വലുതാ. നോക്ക്. അതെ, വേദുവിന്റെ ഹെഡ് ഞാൻ കാട്ടി വലുതാ. അല്ലല്ലോ. തലവക്ക് കണ്ടാ. എന്നാ ദിയ മോഹൻ. 1 മാസത്തെ യൂട്യൂബ് എനിക്കായി. മതി. എന്തൂരാ വാങ്ങിയേ? ഞാൻ പറഞ്ഞ വേദുമായിട്ട് ഷോപ്പിംഗ് ഒരിക്കലും ഇറങ്ങരുതെന്ന്. ആരുടെയാ മോൻ? ആ ഞാനൊന്നും വാങ്ങാറില്ല അങ്ങനെ. അന്തുവിനോട് ചോദിക്കും, ജെഫ്രിനോട് ചോദിക്കും. വ്ലോഗ് കാണുന്നവർക്ക് അറിയാം. ഞാൻ അപ്പാന്റെ അത്യാവശ്യം സ്റ്റൈലിസ്റ്റ്. വേദു അപ്പാന്റെ അത്യാവശ്യം സ്റ്റൈലിസ്റ്റ് ആണല്ലേ? വേദു അപ്പ അമ്മയുടെ കാട്ടി സ്റ്റൈലാ. ആ കണ്ട. വാ ഇനി നല്ല ഫുഡ് കഴിക്കാം. അന്ന് പോയിട്ട് തിരക്ക് കാരണം കഴിക്കാൻ പറ്റാത്ത സ്ഥലമില്ലേ? ഇന്നിപ്പോ വീക്ക് ഡേ അല്ലേ, പോയി നോക്കാം. ബാബയ്ക്ക് അതിന്റെ പ്രിയ കേറ്റുന്ന ഫുഡ് റെസ്റ്റോറന്റിൽ. ഏത് റെസ്റ്റോറന്റിലെ കുട്ടികളെ കേട്ടത്? അത് ബാറും പപ്പൊന്നും അല്ല, സാധാരണ റെസ്റ്റോറന്റാ. ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത്, ഒരു ഇടവഴിയിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈപ്പാണോ ടേസ്റ്റ് ആണോ ഒന്നും അറിയില്ല, പക്ഷെ ഇറ്റ്സ് ഓൾവേസ് ക്രൗഡ്. വീക്ക് ഡേ ആയിട്ട് ഒരു അത്യാവശ്യം തിരക്കുണ്ട്. എന്തോ സ്റ്റീവ്, ബാർബിക്യൂ ബൈ സ്റ്റീവ്, അതാന്ന് തോന്നുന്നു പേര്. ഹാലോവീൻ ഇവിടെ ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ഇന്ന് അവരുടെ ഹൈപ്പ്, കൊച്ചിയിലെ ഏറ്റവും ഹൈപ്പുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പോൾ ബാർബിക്യൂവിന്. അപ്പോൾ അത് ശരിക്കും ഹൈപ്പാണോ അതോ ശരിക്കുമുള്ള ഹൈപ്പാണോ അതോ ശരിക്കും അല്ലാത്ത ഹൈപ്പാണോ എന്ന് പോയി നോക്കാം. എന്തായാലും ആ പയ്യനെ സമ്മതിക്കണം. പയ്യനാണെങ്കിൽ ഒരു വീടിൻ്റെ ഗാർഡൻ എങ്ങാണ്ടായിട്ടാണ് അവർ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. ഏതോ കിടിലൻ വീടാണ്. വീടാന്ന് തോന്നുന്നു. പിന്നെ അല്ല, വീടിന്റെ ഫ്രണ്ട് ഭാഗം അത്. അപ്പൊ ആ പയ്യന്റെ വീടായിരിക്കും ഇത്. സ്റ്റീവ്, എനിക്ക് അങ്ങനെയാന്ന് തോന്നുന്നു. നല്ല രീതി ചെയ്തിട്ടുണ്ടല്ലേ, ഭയങ്കര രസമായിട്ട് അവര് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. യു ഫീൽ ലൈക്ക് ബാംഗ്ലൂരും അല്ലെങ്കിൽ ഒരു എബ്രോഡ് ഉള്ള ഒരു ജർമ്മൻ ബാർബിക്യൂ പ്ലേസ് ഒക്കെ പോലെ തോന്നുന്നുണ്ട്. ഹാലോവീൻ സാധനങ്ങളുണ്ടെന്ന് പോയി നോക്ക്. ഒരു സ്കെൽട്ടൻ ഇവിടെ. എവിടെ കാണിച്ചോ? നോക്കട്ടെ എവിടെ? അത് ഞാൻ കണ്ടില്ല. അതെ 2, പിന്നെ അതെ ഇവിടെ 3. ഇത് ഹാലോവീൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ചിലപ്പോൾ തീം ഇതായിരിക്കും. എവിടെ? അതെ 4, ഇവിടെ ഒരെണ്ണം 5. നല്ല സെറ്റിങ്ങും ആംബിയൻസും കേട്ടോ. നല്ല ഇന്റൻസ് സ്മെൽ ഓഫ്, ഇത് നോക്ക് ബൈക്ക് ഓടിക്കുന്നത്. നല്ല ഇന്റൻസ് സ്മെൽ ഓഫ് മീറ്റും നല്ല കിടിലൻ സ്ഥലം. ഇവിടെ ഫുൾ സ്മെല്ലാണല്ലോ. ഇതേ ഒരു കണ്ണ് വിശക്കുന്നു അപ്പയ്ക്ക്. ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഞാൻ ഇപ്പഴാ ചെക്ക് ചെയ്തട്ടാ. ഫുൾ പംകിനും ഗോസ്റ്റിന്റെ ഒക്കെ ലൈറ്റ്സ് ഇവിടെ മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത്. മാറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ കൂടെ അവരിവിടെ ഒരു ഇതാണ് അവരുടെ സ്മോക്കർ. എനിക്കൊന്നും പ്യുവർ വുഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അടുത്ത തവണ വരുമ്പോ ഇവരോട് ചോദിക്കണം സ്മോക്കർ അതിനകത്ത് കുക്ക് ചെയ്യുന്നത്. സ്മോക്കറിന്റെ ഇവിടെ കുക്കിങ്ങിന്റെ ഒന്ന് പ്രോസസ്സ് കാണിക്കാമെന്ന്. അതും നല്ല ഒരു വൈബായിരിക്കും അത് കാണാനായിട്ട്. മീറ്റും മാരിനേഷനും സ്മോക്കിങ്ങും ആ പ്രോസസ്സ് കാണാനായിട്ട് അടിപൊളി സ്ഥലം. ഇല്ല വേറെ ഇല്ല.
ബാംഗ്ലൂരും എനിക്കറിയില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടിട്ടില്ല. ഇത് പോർക്ക് റിബ്സ്, ഇത് ബീഫ് ബ്രിസ്ക്കറ്റ്, ഒരു പൊട്ടാറ്റോ സാലഡ്, ഒരു ക്രീമി കോൺ, ഒരു മാക്ക് ആൻഡ് ചീസ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞത്. കണ്ടിട്ട് നല്ല സെറ്റ് സാധനങ്ങളാണ്. ശരിക്കും ഒരു അമേരിക്കൻ, നമുക്കൊരു എന്താ പറയുക, ഒരു ടെക്സസ് ബാർബിക്യൂ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന ഒരു ഫീൽ ഇവിടെ വന്നു കഴിയും. ആംബിയൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഫോറിനേഴ്സ് പറയാ, കോളേജ് പിള്ളേരായിരിക്കും, ആഫ്രിക്കയിൽ നിന്നുള്ളവരൊക്കെ ആയിരുന്നു. ഇത് ഇവരുടെ പൊട്ടാറ്റോ സാലഡാണ്. ഭയങ്കര മീറ്റിനെസ് വരുന്നുണ്ട്. പെപ്പറുണ്ട്, ഹോം മെയ്ഡ് മയോ പോലെ എന്തോ സോസാ, ബട്ട് ദ പെപ്പർ ആൻഡ് മീറ്റ്നെസ് അതാണ് ഇതിന്റെ എടുത്തു നിൽക്കുന്നത്. ഇത് ഇവരുടെ ക്രീമി കോൺ ആണ്. സത്യം പറഞ്ഞാൽ ഡസന്റ് ലുക്ക് വെരി ആപ്പറ്റൈസിങ്. നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയില്ല, ഇറ്റ് ഓൾമോസ്റ്റ് ടേസ്റ്റ് ലൈക്ക് പാലട. കുറച്ച് പാലട ടേസ്റ്റ് ഉണ്ട്. എന്തൊരു വിയേർഡ് അല്ല ശരിക്കും. പാലടയിൽ കുറച്ച് പെപ്പറും കോണൊക്കെ ഇട്ട് അത്രയും മധുരം ഇല്ലാത്തൊരു പാലട. അതെങ്ങനെ? ഇത് ഇവരുടെ മാക്ക് ആൻഡ് ചീസ്. ആദ്യമായിട്ടാണ് ഇവരുടെ ഇത്രയും ഭംഗിയുള്ള ഒരു മാക്ക് ആൻഡ് ചീസ് ഞാൻ കൊച്ചി കാണുന്നത്. ഈ ഒരു കളർ നമ്മൾ അമേരിക്കൻ ടെലിവിഷനിലൊക്കെ കാണുന്ന ഈ ഒരു കളർ മാക്ക് ആൻഡ് ചീസ് ആണല്ലോ. ആ കളർ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സ്ഥലത്ത് കാണുന്നത്. പാസ്ത കുറച്ച് ഓവർ കുക്ക്ഡ് ആണ്. കുറച്ചും കൂടെ കുക്കില്ലാങ്കിൽ കുറച്ചും കൂടെ നല്ല ബൈറ്റ് കിട്ടിയാണ്. പക്ഷെ ബേക്കണും കൂടി ഇട്ടെങ്കിൽ ഇത് സെറ്റ്. പക്ഷെ അന്നെങ്കിലും ഒരു കിലോ മാക്ക് ആൻഡ് ചീസ് മുകളിൽ അവർക്ക് വേണമെങ്കിൽ ഒന്നൊന്ന് എന്താ പറയുന്ന ഒന്ന് ഫിനിഷ് ചെയ്യായിരുന്നു, ഒരു ടോസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ലുക്ക് ആയാല്. എന്തായാലും അടിപൊളി. ഈ മെയിൻ കോഴ്സിലേക്ക് പോകും. ഇത് കഴിച്ചിട്ട് എന്തിന്റെ ടേസ്റ്റ് റെസംബിൾ ചെയ്യുന്നതെന്ന് നോക്ക്. കോൺ ആണ്, ക്രീം കോൺ. നമ്മള് പിന്നാന്ന് വെച്ച കോണാണോ? എനിക്കൊരു ചെറിയ പാലടയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഉണ്ട്. അടിപൊളിയായിട്ടില്ല. സ്റ്റാർട്ടേഴ്സ് തന്നെ. ഇവരുടെ ബീഫ് ബ്രിസ്ക്കറ്റും മാത്രം നോക്കട്ടോ. സോ ഗുഡ്. ആ ഒരു ബേൺ ബിറ്റ് മാത്രം നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം. അതാണ് എൻ്റെ ആക്ച്വലി ഒരു ഫേവറേറ്റ് പോർഷൻ ഓഫ് ദ ബീഫ്. എന്തോ ഒരു ലുക്ക് അറ്റ് ദ ബീഫ് ഓയിൽ. അതിന്റെ ഫാറ്റ് തന്നെയായിരിക്കും അതിന് ഇതുപോലെ റെൻഡർ ചെയ്ത് പോകുന്നത്. ഓ യം. ഓ ഒരു ബ്രെഡ് വേണമെങ്കിൽ പറയാം ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട്. അതുണ്ട് ഇവിടെ. ആ ബ്രെഡ് ഉണ്ട്. അതല്ലാതെ സോ ഗുഡ്. പോർക്ക് റിബ്സ് ആണെങ്കിലോ ഫോൾ ഓഫ് ദ ബോൺ സോഫ്റ്റ് ആണ്. ഹോം മെയ്ഡ് ബാർബക്യൂ സോസ് ആയിരിക്കും. ആൻഡ് ദ മീറ്റ്. ഓ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ദിസ് പ്ലേസ് മൈ കോസ്റ്റ് മോർ ദാൻ ദി അതർ പ്ലേസസ്. പക്ഷെ totally worth it. The quality, the service, the ambience, even the onion is full of flavor. Vinegar, ഇതൊന്ന് ബീട്രൂട്ടിലെല്ലാം ഡ്രഞ്ച്ഡ് ആയിരുന്നു. അടിപൊളി. ഞാൻ ഇത്രയും നല്ലൊരു ബീഫ് ബ്രിസ്ക്കറ്റ് കേരളത്തിൽ കഴിച്ചിട്ട്, ആക്ച്വലി ഇന്ത്യ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ആണ്. എന്തൊരു ഫ്ലേവർ. സ്ലോ കുക്കിന്റെ എല്ലാ ഗുണങ്ങളും ഇതിന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇങ്ങനെ ഒരു മീറ്റ് ഫീസ്റ്റ് എന്ന് പറയുന്നത്. ഏതാ ഇഷ്ടമായ? ബീഫാണോ പോക്കാണോ? ഓ ബീഫ് വേറെ ലെവലാ. ട്രൈ ചെയ്ത് നോക്ക്. ആ ബേൺ ബിറ്റും എടുത്ത് കഴിക്കണേ. നമ്മൾ കൊച്ചിയിൽ നിന്ന് എവിടെ നിന്നും സ്റ്റേക്കും കഴിക്കില്ല. സ്റ്റേക്ക് അല്ല, ഒരു ഹാർഡ് അല്ലേ ഇത്. ഇത്രയും സ്ലോ. ആ അടിപൊളിയാണ്. അതാണ് മെയിൻ തിങ്. ഫൈനലി ഇവരുടെ ഒരു ഇൻഹൗസ് ബ്രെഡും കൂടെ ഉണ്ട്. ബ്രിയോഷ് ബ്രെഡ് ആണ് ഇവിടെ ബേക്ക് ചെയ്യുന്നതാണ്. ഇതും നമുക്ക് ബീഫ് ബ്രിസ്ക്കറ്റിന്റെ കുറച്ച് ബേൺ ബിറ്റും കൂടെ എടുത്ത്. ആഹാ, സാലഡൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അല്ലെങ്കിൽ അതും കൂടെ വെക്കായിരുന്നു. ആ ബ്രെഡിന് ഭയങ്കര ഒരു വനില ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇല്ലേ? സംഭവം ബ്രെഡ് മാത്രം കഴിക്കാം. മറ്റേക്കും
നമുക്ക് അധികം കഴിക്കാൻ പറ്റും. മീറ്റൊക്കെ ഫാറ്റി അല്ല, പക്ഷെ ഒരു ഇൻഡൽജന്റ് മീലാണ്. ഹൈപ്പല്ല, റിയൽ ആണ്. ഹൈപ്പ് ഇസ് റിയൽ. സോ ഇനി അടുത്ത പരിപാടി, അമ്മയ്ക്ക് ഒന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം. അമ്മ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഇറങ്ങിയപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. സോ ഏത് വർഷമെന്ന് അറിയില്ല, 10R ആണ്, XR ആണ് ഫോൺ. ഇതിപ്പം അമ്മയ്ക്കിത് ഹാങ് ആവുന്നൊക്കെ ഉണ്ട്, എനിക്കൊന്നും വല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ആയിരിക്കും. സോ സ്മ്യൂളിൽ അമ്മ ഭയങ്കര ആക്റ്റീവാണ്. ഈ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കി എന്ത് പോയാലും കുഴപ്പമില്ല, ഭക്ഷണമില്ല, കറണ്ട് ഇല്ല, ചൂട്, ഒന്നും കുഴപ്പമില്ല. പക്ഷേ സ്മ്യൂളിൽ അമ്മയ്ക്ക് കംഫർട്ടബിളായി പാടാൻ പറ്റിയില്ലെങ്കിൽ ഷീ ഗെറ്റ്സ് ഫ്രസ്ട്രേറ്റഡ് ലൈക്ക് ക്രേസി. സോ ഈ ഫോണിനിപ്പം ഞാൻ പറഞ്ഞ ഹാങ് ആവുന്നുണ്ട്. അമ്മയ്ക്ക് പുതിയ ഐഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് 15 വാങ്ങാം, സാധാരണ 15. പക്ഷെ നമ്മൾ എന്തായാലും വാങ്ങുന്നു, പിന്നെ ഇനിയിപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കും. സോ ഐ തോട്ട് ഐ ഗിഫ്റ്റ് വിത്ത് ബ്രാൻഡ് ന്യൂ അടിപൊളി ഫോൺ. ആൻഡ് ഐഫോൺ 17 ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഐഫോൺ 17 ആൻഡ് ഐഫോൺ 17 Pro Max ഔട്ട്സ്റ്റാൻഡിങ് ഫോൺസ് ആണ്. എനിക്ക് 15ഉം 16 ഒന്നും അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ 17 ഞാൻ Pro Max ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ കുറേ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ 17 ഭാഗ്യത്തിന് ഇവിടെ IT നെറ്റ് എന്ന് പറഞ്ഞൊരു കടയിൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പോയപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ രാത്രി വന്നു എന്ന് പറഞ്ഞു. അത് ഏറ്റവും ബെസ്റ്റ് കളറ് മിസ്റ്റി ബ്ലൂ എന്ന് പറഞ്ഞത്. സോ അത് വാങ്ങാൻ പോവാണ്. എനിക്ക് നമ്മൾ ബി പ്ലസൻ്റ്ലി സർപ്രൈസ്. ആൻഡ് ഇനി സ്മ്യൂളിൽ അമ്മയ്ക്ക് തകർക്കാം. അപ്പോൾ നേരെ IT നെറ്റിലേക്ക്. ഇവിടെ പരസ്യം തന്നെ ഐഫോണാണ്. എനിക്ക് ആക്ച്വലി 17 Pro Maxൻ്റെ സിൽവറാണ് വേണ്ടത്, ഓറഞ്ച് താല്പര്യമില്ല, സിൽവറാണ് വേണ്ടത്. പക്ഷേ അതെപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഫോൺ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ IT നെറ്റിൽ തന്നെയാണ്. ഇനിയിപ്പം സാധനം പോയോ അതുണ്ടോ എന്നൊന്നും കൂടെ നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഒരു ബേസ് ഫോൺ ഇത്രയും അടിപൊളിയാവുന്നത് കേട്ടോ. സാധാരണ 16 ആണെങ്കിലും 15 ആണെങ്കിലും ഒന്നും അത്രയും പോരായിരുന്നു. മറ്റേ 17 സാധാരണ ഒരാൾക്ക്, അൺലെസ് യു ആർ എ ബ്ലോഗർ ഓർ ഹെവി എഡിറ്റിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഒരു പെർഫെക്റ്റ് ഫോണാണ്. ദ മോസ്റ്റ് പെർഫെക്റ്റ് ബേസ് ഫോൺ ഐഫോൺ 17. ഇത് ലാവൻഡർ ബ്ലൂ കളറാണ് ഏറ്റവും പോപ്പുലർ. ഭാഗ്യത്ത് അതിൻ്റെ സ്റ്റോക്കാണ് ചെക്ക് ചെയ്യാൻ പോയിരിക്കുന്നത്. ഇത് വെറും ബേസ് ഫോണാണ്, 17 Air. കിട്ടി മക്കളെ, കിട്ടി. ഇതാണിപ്പോൾ 17 Pro Max വരെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന്. ഇതാണ് ഏറ്റവും ഡിമാൻഡ്. ആൻഡ് IDFC കാർഡിനും SBIക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 6000 ക്യാഷ് ബാക്ക് ഉണ്ട്. സോ ദിസ് ഇസ് എ 256 GB ബ്ലൂ കളർ. സംഭവം ഭയങ്കര ഡിമാൻഡുള്ള ഫോണാണ്. നിങ്ങൾ ഐഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയാൽ മതി, അൺലെസ് ഞാൻ പറഞ്ഞത് യു ആർ എ പ്രൊഫഷണൽ. അടിപൊളി. അങ്ങനെ സെറ്റായിട്ട് അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു കേസും കൂടെ വാങ്ങിയിട്ട് പോവാം. ഇത് എപ്പോൾ താഴെ വീണെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അമ്മ കണ്ണടക്കി സർപ്രൈസ് പറയണേ. ഓ ഓ എന്താ ഒരു വികാരം ഇല്ലാതെ ഇരിക്കുന്നത്? വികാരങ്ങളൊന്നും വരുന്നില്ല. അതെന്തിനാ കാണിക്കുന്നത്? അവരോട് ഗെയിം കളിക്കാൻ. അമ്മയുടെ ഐഫോൺ കേടായിന്ന് പറഞ്ഞില്ലേ, ഞാൻ പഴയതല്ലേ, ഞാനത് എക്സ്ചേഞ്ചും ചെയ്തില്ല. ഞാൻ അവിടെ പോയപ്പോ അതിലെ ക്യാമറയിലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യും. അത് സ്പെയർ ഫോൺ ആയിട്ടിരിക്കട്ടെ. അതുകൊണ്ട് അത് മാറ്റി ബ്രാൻഡ് ന്യൂ 17 ബ്രാൻഡ് ന്യൂ ബ്ലൂ ആ, ഏറ്റവും നല്ലൊരു കളറാ. ആ ബ്രാൻഡ് ന്യൂ വാങ്ങി. ഇനി പാടാൻ പറ്റില്ല, പ്രശ്നമാണെന്നുള്ള ഒരു പാട്. അപ്പൊ ഐഫോണിൽ പാടിയാലേ പാട് നന്നാവുള്ളൂ. അങ്ങനെ തുറക്കല്ലേ, ബോക്സ് സീലഡാ. അത് പയ്യെ അൺബോക്സ് ഒക്കെ ചെയ്യണം, വലിച്ചു പൊട്ടിക്കല്ലേ. ഹാപ്പി ആയാ? എന്നാ ഞാൻ എൻ്റെ കൂടെ ഒറിജിനൽ ഇയർഫോൺസും വാങ്ങിയ ഇരിക്കട്ടെ. പാട്ട് തകർക്കല്ല. അതെ, ഇനി പാട്ട് കൊള്ളില്ലെങ്കിൽ അമ്മയുടെ പ്രശ്നമോ, അല്ലാതെ ഫോണിന്റെ പ്രശ്നമല്ല. തല്ലിപ്പൊളി ഇതില് പാടിട്ട് തന്നെ എന്റെ പാട്ട് സൂപ്പർ എല്ലാരും പറഞ്ഞു. നിനക്കല്ലായിരിക്കും, എനിക്കല്ല. നീ പോയി പണി നല്ല ഹാപ്പി. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. ഇനി ഒന്നും തന്നില്ലെങ്കിലും വേണ്ട. ഞാൻ പറഞ്ഞു സ്മ്യൂളില് അമ്മയ്ക്ക് പക്കയാക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഈ ഫുഡ് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ ഒരു വിഷയമല്ല അല്ലേ. വെള്ളപ്പൊക്കം വന്നാലും ഞാൻ പാടിക്കൊണ്ടിരിക്കും. ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും എത്ര വർഷമായിട്ട് ഉപയോഗിച്ചാലും ഒരു പുതിയ ഐഫോൺ അൺബോക്സ് ചെയ്ത് അത് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ഫീല് തന്നെയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ കളർ. നോക്ക്,
ഒരു കാം ബ്ലൂ കളർ, സോ നൈസ് ടു ഹോൾഡ്. അമ്മ എൻ്റെ സ്ക്രീൻ വലിക്ക് അടിയിന്ന് താഴെ ഇടല്ല, കവറൊന്നും ഇട്ടിട്ടില്ല. മുകളിലേക്ക്. ഇതാണ് അൺബോക്സിംഗ് ഫീല്. ഓ, നിധി കിട്ടിയാൽ ഇത്ര സന്തോഷം. ഇതിലൊരു ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ വേറെ ക്വാളിറ്റിയാ. അപ്പൊ ഫുൾ സെറ്റ് അല്ലേ? നാളത്തേക്ക് കവറും ഫ്രണ്ടിൽ ഒട്ടിക്കാം, ഗ്ലാസ്. ഓക്കെ ഓക്കെ. ഇനി അതിലെ സിമ്മൊക്കെ എടുത്ത് ഇതിലാ അതേ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് തരാം. സിമ്മും മാറ്റി ഡാറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ഓക്കെ. പിന്നെ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ വയർ മാത്രം വരും. ചാർജർ നമ്മുടെ ഉണ്ടല്ലോ, മറ്റേ ചാർജർ ഉണ്ട്. പിന്നെ ഇയർഫോണും അത് തന്നെ മതി. ഇയർഫോൺ വാങ്ങിയല്ലോ. ഇയർഫോൺ വാങ്ങിച്ചാ അത് തന്നില്ലല്ലോ. ഞാൻ തന്നല്ലോ, പുതിയ ഒറിജിനൽ ഇയർഫോൺ വാങ്ങിയില്ലേ? നമ്മുടെ കിളി പോയിരിക്കുക, അതാണ് സത്യം. ഓക്കെ, ഇതിന്റെ കളയല്ല, അത് കളയാം. ഗൈസ്, സോ ഒരു സന്തോഷകരമായ ദിവസമായിരുന്നു. കണ്ടോ, നിങ്ങൾക്കും സന്തോഷമായിരിക്കും, ഞങ്ങൾക്കും സന്തോഷമാണ്. അമ്മയും ഹാപ്പിയായി, വേദു ഹാപ്പിയായി, പ്രിയ ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള വ്ളോഗായിരിക്കും. സോ ഇനിയിപ്പം നേരെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. വേദുവിൻ്റെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഉണ്ട്. ആൻഡ് അവിടെ ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ് ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് us. സോ നല്ലൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.